നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാനകളുടെ വിളയാട്ടത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായത്. 7ഓളം ആനകളടങ്ങിയ കൂട്ടമാണ് രാത്രിയിൽ പറമ്പിലെത്തിയത്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനിരുന്ന 300ഓളം നേന്ത്രവാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. 3 മാസം മുമ്പ് ആനകൾ വന്ന് കുറെ നശിപ്പിച്ച വാഴകളാണ്. അന്ന് കൊലച്ചുണ്ടായില്ല. ഇപ്പൊ കൊല വെട്ടി തുടങ്ങിയപ്പോ കുറേശ്ശെ മാർക്കറ്റിൽ വെട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഇറങ്ങി വലിയ കൂട്ടാണ് വന്നേക്കണേ. അത് കൂട്ടം ഇറങ്ങി ഏറെക്കുറെ കൊലച്ച വാഴകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു 300ഓളം വാഴ ഇപ്പോൾ അതിൽ കാട്ടി കളഞ്ഞിട്ടുണ്ട്. ഒക്കെ കൊലച്ചിപ്പോൾ 2 ആഴ്ചക്കുള്ളിലൊക്കെ വെട്ടേണ്ട കൊലകളാണ്. എന്തായാലും ഈ വാഴ കൃഷി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കൃഷിയിടത്തോട് ചേർന്നുള്ള വനം വകുപ്പിന്റെ തേക്ക് തോട്ടത്തിലൂടെയാണ് കൊമ്പനും കുട്ടിയാനകളും അടങ്ങിയ ആനക്കൂട്ടം എത്തിയത്. നേരം പുലരുവോളം കൃഷിത്തോട്ടത്തിൽ വിഹരിച്ച ആനകൾ ഒരു തെങ്ങ് മറിച്ചിടുകയും അടയ്ക്കാമരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മാസം മുൻപും ബാബുവിന്റെ പറമ്പിൽ കാട്ടാനകളെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷത്തോളമായി പതിവായി ഇവിടെ ആനശല്യമുള്ളതായും വാഴകൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായും ബാബു പറഞ്ഞു. 7 വർഷമായി ഇപ്പോൾ നമ്മുടെ ഇതിൽ ഈ കൃഷിനാശം സംഭവിക്കുന്നത്. അത് ചില വർഷങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ 3 മാസം മുമ്പ് ഇറങ്ങി അന്ന് കുറേ കളഞ്ഞു. ഇപ്പോൾ രണ്ടാമത് വന്നു. ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് പറയാൻ പറ്റില്ല. ആനയുടെ കാര്യമല്ലേ. അങ്ങനെ കൃഷി കൊണ്ട് ഇപ്പോൾ ഉപജീവനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച സ്ഥലം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും വനംവകുപ്പ് അധികൃതരും സന്ദർശിച്ചു. TCV ന്യൂസ്, കൊടകര.